ഇന്നത്തെ പാക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കാസ്റ്റർ ഓയിലും കൂടി ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 27 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഹെയറിന് ഒരു റീഗ്രോത്ത് തരാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇന്ന് എൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കുന്നത് അത് എടുക്കുക. എന്നിട്ട് ഒരുപാടൊന്നും ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒന്നും തന്നെ ചെയ്യുന്നില്ല, കുറച്ച് ഓയിൽ എടുക്കുക. നമ്മളിപ്പോൾ ഡെയിലി ഒക്കെ ഓയിലൊക്കെ തേക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓയിൽ തേക്കുന്ന ഒരു അളവില്ലേ കുറച്ച് എടുത്തിട്ട് മുടിയുടെ മേലെ കൂടി സ്കാൽപ്പിലും കുറച്ചങ്ങ് തേച്ച് കൊടുക്കുക. നമ്മൾ പാക്ക് തേക്കുമ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഡെയിലി മുടിയിൽ ഓയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഡെയിലി തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് ഓയിൽ നമ്മുടെ മുടിയിൽ ഇരിക്കുന്നത് മുടിക്ക് അത്ര നല്ലതല്ല കേട്ടോ. താരന്റെ പ്രശ്നമൊക്കെ വരാനും പിന്നെ എന്താ പറയാ, മുടിയിൽ ഓയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൊടിയും അഴുക്കൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല. കുറച്ച് ഓയിൽ തേക്കുക, താളിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകിയിട്ട് ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മുടിയിൽ നിന്ന് റിമൂവ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഇതാ കുറഞ്ഞ അളവിലാണ് ഓയിൽ തേച്ചിട്ടുള്ളത്. ആ ഒരു അളവിൽ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന പാക്ക് സിമ്പിൾ ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള ഒരു പാക്കാണ്. ഹെയറിന് നല്ല രീതിയിൽ റീഗ്രോത്ത് തരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഇപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മുടി പൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് നെറ്റി കയറൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പുതിയ മുടികൾ വളരാനായിട്ട്, നെറ്റി കയറൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയലില്ലേ, നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറഞ്ഞ അളവിൽ ഞാൻ മുടിയിൽ ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഓയിൽ തേക്കുക. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എള്ളാണ് കേട്ടോ. അപ്പോൾ എള്ള് ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ മുടിയിൽ എള്ള് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്, അതുപോലെ തന്നെ നമുക്ക് മുടിയിലേക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹെയറിന് ഒരു റീഗ്രോത്ത് തരാനും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ എള്ള് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂൺ അളവിൽ എള്ള എടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളം നിങ്ങൾക്ക് മുടിക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എള്ളു മുങ്ങിക്കിടക്കാൻ പാകത്തിന് നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പാക്ക് എത്ര വേണോ അതിനനുസരിച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. നമുക്കിത് ഒരു നൈറ്റ് ഇങ്ങനെ കുതിർത്ത് വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നൈറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ടുള്ള എള്ളും കഞ്ഞിവെള്ളവും ഒക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിന്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ എള്ളിന്റെ ഒരു കളറാണ് കേട്ടോ, നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ അളവിൽ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ എള്ളിൻ്റെ കൂടെ കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഹെയറിന് ഒരു റീഗ്രോത്ത് തരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കാസ്റ്റർ ഓയിൽ നമ്മൾ പാക്ക് തയ്യാറാക്കിയിട്ടാണ് സാധാരണ ചേർത്ത് കൊടുക്കുക. പക്ഷെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കുമായിട്ട് മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് ഒരു ലിക്വിഡ് ഫോമിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് ലിക്വിഡ് ഫോമിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇതുപോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ലൊരു ലിക്വിഡ് ഫോമിലാണ് നമ്മുടെ പാക്ക് ഇന്ന് നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ എള്ളിൻ്റെ ഒരു കളറില്ലേ, ആ ഒരു ബ്രൗൺ കളറിലാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തന്നെ ഇത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിൽ കാസ്റ്റർ ഓയിൽ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുടിയിൽ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചാൽ മതി എന്ന് പറഞ്ഞത്. കാരണം അറിയാലോ, കാസ്റ്റർ ഓയിൽ നല്ല തിക്കാണ്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ചേർക്കുമ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു അളവിൽ മാത്രമേ, ഞാൻ പറഞ്ഞില്ല ഒരു 1/2 സ്പൂൺ, ആ അളവിൽ കൂടുതൽ നിങ്ങൾ ചേർത്ത് കൊടുക്കരുത്. നമ്മൾ മുടിയിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് തേക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡ് ഫോം ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇഴയെടുത്ത് തേക്കേണ്ട ആവശ്യമില്ല. മുടിയുടെ മുകളിലേക്ക് തേക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇത് നന്നായിട്ട് ഇറങ്ങിക്കോളും. മുടിയിൽ തേക്കണമെന്ന് നിർബന്ധമില്ല, സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റി കയറൽ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. താരൻ, മുടി കൊഴിച്ചൽ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ എള്ള ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ആദ്യമായിട്ടാണ്, ഈ ഒരു മഴക്കാലത്ത് എന്നല്ല, നമ്മൾ പിന്നെ കുറേ ആയി നമ്മൾ എള്ളു ഉപയോഗിച്ചിട്ട് അങ്ങനെ പാക്കുകൾ നമ്മൾ അധികം ചെയ്തിട്ടില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. ഞാൻ മഴക്കാലം ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് എള്ളു ഉപയോഗിക്കാൻ തന്നെ കാരണം. ഈ ഒരു സമയത്ത് എള്ളു ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക.
പിന്നെ നമ്മുടെ ചലഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചലഞ്ച് നല്ല ലാഗായിട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് സംഭവിക്കുന്നത്. കാരണം നമ്മുടെ ചലഞ്ച് കഴിയേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഒരുപാട് ലാഗായിട്ടുണ്ട് നമ്മുടെ ചലഞ്ച്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇടാൻ, പക്ഷെ എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് ഇടാൻ പറ്റാത്തതാണ് കേട്ടോ. എങ്കിലും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. 27 ആയല്ലോ, ഇനി ഒരു പാക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവും. ചലഞ്ച് നിർത്തി പോകരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത ഒരു കാര്യം അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മൺസൂൺ ഹെയർ കെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മൺസൂൺ ഹെയർ കെയർ റുട്ടീനും പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറേ ആയിട്ട് ഞാൻ ചെയ്യാന്നുണ്ട്. ഈ ചലഞ്ചിലെങ്കിലും ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കിൻ കെയർ ഇനി ചെയ്യുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ സ്കിൻ കെയർ പരമാവധി ഒരു 15 ദിവസമൊക്കെ നമ്മൾ എത്തിച്ചു, പക്ഷെ മുന്നോട്ടേക്ക് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഡെയിലി വീഡിയോ ഇടാൻ ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ എന്തായാലും ഒരു സ്കിൻ കെയർ റുട്ടീൻ പിന്നെ ഹെയർ കെയർ റുട്ടീൻ അതൊക്കെ ഞാൻ എന്തായാലും സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ചലഞ്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്കിൽ നിങ്ങൾക്കിപ്പോൾ എള്ള് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ, എള്ള് ഉണ്ടെങ്കിൽ എള്ള് ഉപയോഗിക്കണം കേട്ടോ. നിങ്ങൾക്ക് എള്ള് കിട്ടുമെങ്കിൽ വാങ്ങിക്കാനൊക്കെ പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം. ഇനി ഒട്ടും എള്ള് കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എള്ളിന് പകരമായിട്ട് കരിഞ്ജീരകം ഉപയോഗിക്കാം കേട്ടോ. കരിഞ്ജീരകം എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ഉപയോഗിക്കാം. കരിഞ്ജീരകവും നല്ലതാണ് കേട്ടോ, മഴക്കാലത്ത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് മേത്ത് കൂടെയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ, ലിക്വിഡ് ഫോമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. എങ്ങനെ തേച്ചാലും സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ചിട്ട് നിങ്ങൾക്ക് തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് കഴുകുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് കഞ്ഞിവെള്ളം മുടിയിൽ ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാസ്റ്റർ ഓയിൽ ചേർത്ത കാരണമാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരു ഓയിലി ഫീൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴുകുന്നവർക്ക് അങ്ങനെ കഴുകാം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. നല്ല തണുപ്പുണ്ട്, അത് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ തണുപ്പ് പറ്റാത്തവർ കുറഞ്ഞ സമയം വെച്ചാൽ, തണുപ്പ് പ്രശ്നമില്ലാത്തവർ 15 മിനിറ്റ് നേരം വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകി എടുത്താൽ മതി. ബാക്കി പാക്ക് ഉണ്ടെങ്കിൽ മുടിയിലേക്കും തേച്ച് കൊടുത്തോ കേട്ടോ. എന്തായാലും സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേച്ചിട്ട് മുടിയല്ല സ്കാൽപ്പ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നെറ്റിയുടെ സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമുക്ക് പുതിയ മുടിയൊക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. എൻ്റെ നെറ്റിയിലും ചെറുതായിട്ട് മുടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചലഞ്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള കുഞ്ഞു മുടികളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം പിന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, നമ്മുടെ ചലഞ്ചിൻ്റെ ഒരു റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ലാസ്റ്റ് ഡേ മാത്രമേ റിസൾട്ട് പറയുള്ളൂ, ഫോട്ടോസൊക്കെ അയച്ചുതരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അളന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റ് ഡേ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞല്ലോ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ പറ്റാത്തവരും തണുപ്പ് പറ്റുന്നവരും അതിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്ത് കൊടുക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ പറയുക, ലിക്വിഡ് ഫോമിലുള്ള ഒരു പാക്കാണ്. അത് മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ ഈ പാക്ക് ട്രൈ ചെയ്ത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയറിന് റീഗ്രോത്ത് ഉണ്ടാവാനും മുടി കൊഴിച്ചൽ, താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ലൊരു ഉള്ളു തരാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പാക്ക് എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.